അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ISM പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷൻ അബ്ദുസ്സലീം ചളവറ, വേദിയിലും സദസ്സിലുമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമദാനിലെ വളരെയേറെ പുണ്യകരമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നാം സമയം കണ്ടെത്തുന്നു എന്നത് ഒരു വലിയ കാര്യമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രാധാന്യമുള്ള ചില ദിവസങ്ങൾ, റമദാനിൽ വന്നിട്ടുള്ള ചില പ്രധാന സംഭവങ്ങൾ ഒക്കെ ഇസ്ലാമിക ലോകം തന്നെ അനുസ്മരിക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരൽ അതുകൊണ്ട് ഒരു നല്ല സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹം കഴിഞ്ഞ 14 നൂറ്റാണ്ടുകൾ ലോകത്ത് വലിയ മാതൃകകൾ കാണിച്ചിട്ടുള്ള ഒരു സംഘമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തിട്ടുള്ള ഈ സമൂഹം വിശുദ്ധ ഖുർആനിൻ്റെ ആശയ ആദർശങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഖുർആനായിരുന്നു ആ സമൂഹത്തിൻ്റെ പ്രചോദനം. ഇസ്ലാമിക സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഖുർആൻ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസവും പരലോക വിശ്വാസവുമായിരുന്നു. ഒരു സമൂഹ സൃഷ്ടിപ്പാകട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാകട്ടെ, ഒരു രാഷ്ട്രീയ പദ്ധതിയാകട്ടെ, എല്ലാം ഇസ്ലാം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിലും പരലോക വിശ്വാസത്തിലും ഊന്നിക്കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സാമൂഹിക വ്യവസ്ഥിതി, അതിൽ തന്നെ ഇസ്ലാം പറഞ്ഞിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ, അയൽപ്പക്ക ബന്ധങ്ങൾ, സഹജീവികളോടുള്ള ഇടപാടുകൾ, ഇതൊക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബന്ധങ്ങൾ മുറിക്കുന്ന ആളുകൾ, അവർക്ക് സ്വർഗമില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹ്മ. കുടുംബബന്ധം മുറിക്കുന്ന ആൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അയൽവാസിയോട് മാന്യമായി പെരുമാറാത്ത, നല്ല രീതിയിൽ സഹവർത്തിക്കാത്ത ആളിന് അവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇങ്ങനെയുള്ള പ്രവാചക വചനങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളും ഒക്കെ തന്നെ ഒരു വ്യക്തി അവൻ്റെ മരണാനന്തരമുള്ള ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടണമെങ്കിൽ ഈ ബന്ധങ്ങളിൽ കൂടി അവൻ അതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതിലേക്കാണ് വെളിച്ചം വീശുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം, ഉമ്മത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ഈ മൂല്യങ്ങളിലൂടെയാണ്. ഇനി സാമ്പത്തികമായ ക്രയവിക്രയങ്ങളാകട്ടെ, അവിടെയും വളരെ കൃത്യമായ ഒരു മാർഗദർശനം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സമ്പത്തിൻ്റെ ഉടമസ്ഥാധികാരം, പരമാധികാരം അത് ഏകനായ അള്ളാഹുവിനാണ്. ആ അള്ളാഹു ചില ആളുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ആ പണം അള്ളാഹു കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളവർ അവരുടെ സാമൂഹികമായ ബാധ്യത നിർവഹിക്കണം. അതില്ലാത്തവർക്ക് അവർ നൽകണം. അതിന് കൃത്യമായ ഒരു രൂപവും ഒരു പദ്ധതിയും ഇസ്ലാം നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു രാഷ്ട്ര നിർമ്മാണത്തിൽ എങ്ങനെയായിരിക്കണം എന്നതിനും വളരെ കൃത്യമായൊരു കാഴ്ചപ്പാട് തന്നെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നിയമങ്ങൾ അത് രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അത് നൽകുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ്. അള്ളാഹു നൽകിയിട്ടുള്ള നിയമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമങ്ങൾക്കും ജനങ്ങളുടെ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഭരണരീതി നടപ്പിൽ വരുത്താനാണ് ഇസ്ലാം അനുശാസിക്കുന്നത്.
ഇസ്ലാം ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നത് പൂർണ്ണമായും വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ്റെയും അധ്യാപനങ്ങളിൽ നിന്നുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ ഉമ്മത്ത് എന്നൊരു കൺസെപ്റ്റ് വളരെ വലിയ ആശയതലമുള്ള ഒന്നായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഖുർആനിൽ 64ഓളം സ്ഥലങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്, വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകട്ടെ, നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മയിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലോകത്തിലേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞയച്ചിട്ടുള്ള മനുഷ്യ സമൂഹങ്ങളിൽ ഏറ്റവും ഉത്തമമായ സമൂഹം നിങ്ങളുടേതാകുന്നു എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മത്തി എന്ന പദത്തിനെ അങ്ങനെ പല രീതിയിൽ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു ഉമ്മത്താകുന്നു എന്നാണ്, ഒരു സമൂഹമാകുന്നു എന്നാണ്. അപ്പം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമൂഹം എന്നൊരു കാഴ്ചപ്പാട് അത് ബഹുമുഖ തലത്തിലുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സമൂഹത്തിൻ്റെ എല്ലാ വശങ്ങളെയും ചേർന്ന് നിർത്തിക്കൊണ്ട് ആ സമൂഹത്തിലെ ബന്ധങ്ങളെയും കുടുംബങ്ങളെയും എല്ലാത്തിനെയും ചേർത്ത് നിർത്തി ആ കുടുംബവും സമൂഹവും നിലനിൽക്കുന്നതിനാവശ്യമായ സാമ്പത്തിക ക്രയവിക്രയങ്ങളും അതിനൊരു വ്യവസ്ഥിതിയും ഒരു അഡ്മിനിസ്ട്രേഷനും എല്ലാം കൂടി ചേരുന്ന ഒരു ആശയം എന്ന രൂപത്തിലാണ് ഇസ്ലാം ഉമ്മത്ത് എന്ന ഒന്നിനെ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുക. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക സമൂഹവും അത്തരത്തിലുള്ള ഒരു രീതി തന്നെയാണ് നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ എല്ലാത്തിലെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ആ സമൂഹവും മുമ്പോട്ട് വന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ഉമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ആ ഉമ്മത്തിലെ അംഗങ്ങൾക്കിടയിലുള്ള സാഹോദര്യം എന്നതാണ്. മുവാഹാത്ത് എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ മുവാഹാത്ത് പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇസ്ലാമിക സമൂഹത്തെ വളർത്തിയെടുക്കുന്ന സമയത്ത് അവർക്കിടയിൽ അത്തരത്തിലുള്ള ഒരു സാഹോദര്യ ബന്ധം കൂടി ഊട്ടിയുറപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യക്ഷമായ ഒരു മാതൃകയാണ് മക്കയിൽ നിന്ന് ഹിജറ വന്നിട്ടുള്ള മുഹാജിറുകളായ ആളുകളെ യത്രിബിൽ മദീനയിൽ ഉണ്ടായിരുന്ന അവരെ സ്വീകരിച്ച അൻസാരികളായ സമൂഹവുമായി പ്രവാചകൻ ഇണക്കിച്ചേർത്തത്. ആ ഇണക്കിച്ചേർക്കലിലൂടെ ഒരു ഇസ്ലാമിക സമൂഹത്തെ പ്രവാചകൻ രൂപപ്പെടുത്തിയെടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്കിടയിലുള്ള ആത്മബന്ധം ഒരു സുശക്തമായ അടിത്തറ പാകിയ ഒരു സമൂഹത്തെ പ്രവാചകൻ അവിടെ നിർമ്മിച്ചെടുക്കുകയായിരുന്നു. അവരിൽ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അതൊരു സമൂഹത്തിൻ്റെ പ്രശ്നമായി അവർക്കതിലൂടെ അനുഭവപ്പെടുകയായിരുന്നു. അത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുന്നതും ഈ ഒരു സാഹോദര്യ ബന്ധത്തിൽ നിന്നാണ്. ഇസ്ലാം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഉമ്മത്തിനെ പരസ്പരം വിളക്കിച്ചേർക്കുന്നത് അവർക്കിടയിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബന്ധത്തിലൂടെയാണ്. അവർ പരസ്പരം ഒരു ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നതാണ് അവരെ ഒന്നാക്കി തീർത്തിട്ടുള്ളത്. അതാണ് അബൂബക്കർ ബിലാലിനെ മോചിപ്പിക്കുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഉമയ്യത്ത് ഇബ്നു ഖലഫ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് ആ വഴിയിലൂടെ നടന്നു പോയിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരനായ വിശ്വാസത്തിൽ തന്നോടൊപ്പം പങ്കുചേർന്നിട്ടുള്ള ഒരു തൻ്റെ കൂട്ടുകാരൻ വളരെയധികം വേദനിക്കുന്നു എന്ന് കണ്ട് ഉമയ്യത്തിനോട് ബിലാലിനെ വില കൊടുത്തു വാങ്ങാൻ തയ്യാറായി മുന്നോട്ട് വരികയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനോട് എത്ര വില വേണം എന്ന് ചോദിച്ചപ്പോൾ ഉമയ്യത്ത് ഒരു വില പറഞ്ഞു. 100 പൊന്നാണയം ബിലാലിനെ മോചിപ്പിക്കുന്നതിന് ആവശ്യമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ 100 പൊന്നാണയം ആ മനുഷ്യൻ്റെ കയ്യിൽ വെച്ചു കൊടുത്ത് ബിലാലിനെ സ്വതന്ത്രനാക്കി കൈപിടിച്ച് തിരിച്ചു പോരുകയാണ്. ആ സമയത്ത് ഉമയ്യത്ത് ഇബ്നു ഖലഫ് പറയുന്നൊരു സംസാരമുണ്ട്. അബൂബക്കർ, നീ ഈ മനുഷ്യനെ ഒരു വെള്ളിക്കാശ് നൽകിക്കൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ പോലും ഞാൻ ഇവനെ നിനക്ക് നൽകുമായിരുന്നു. ഈ മനുഷ്യൻ അത്രയേ എൻ്റെ മുന്നിൽ പ്രാധാന്യമുള്ളൂ. കറുകറുത്ത കാപ്പിരിയായ
ആഫ്രിക്കൻ നീഗ്രോ അടിമയായ ബിലാലിന് ഒരു ചില്ലിക്കാശിന്റെ വില മാത്രമേ ഉള്ളൂ എന്ന് തൻ്റെ സുഹൃത്തിനെ, തൻ്റെ മതത്തിലുള്ള തൻ്റെ സഹപ്രവർത്തകനെ, അയാളുടെ ആത്മാഭിമാനത്തെ ഉമയ്യത്ത് അതിഭീകരമായി പരിക്കേൽപ്പിക്കുകയാണ് അബൂബക്കറിന്റെ മുന്നിൽ നിന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വാചകം കേട്ട് തിരിച്ചു വന്ന് ഉമയ്യത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ 100 പൊന്നാണയമാണല്ലോ ചോദിച്ചത്, നിങ്ങൾ 200 പൊന്നാണയം ചോദിച്ചിരുന്നെങ്കിൽ പോലും ഈ മനുഷ്യന് വേണ്ടി ഞാനത് നൽകുമായിരുന്നു. ഈ മനുഷ്യൻ നിങ്ങൾ നിശ്ചയിച്ചതിനേക്കാൾ ഇരട്ടി മൂല്യമുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ തൊലി നിറമോ അദ്ദേഹത്തിൻ്റെ വർഗമോ വംശമോ അല്ല, അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഒരു ആശയവും ആദർശവുമുണ്ട്. അദ്ദേഹം അതിൽ ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവനാണ് എന്ന് അബൂബക്കർ തിരിച്ചു പറയുകയാണ്. ബിലാലിനെ ശാരീരികമായ ഒരു തടവിൽ നിന്ന് മോചിപ്പിക്കുക മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്, അതിലപ്പുറം അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെ കൂടി, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു വിശ്വാസി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെ കൂടി ആ തടവറയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരികയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്തരത്തിൽ ഈ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ള സാഹോദര്യ ബന്ധം, ആ സാഹോദര്യ ബന്ധത്തിലൂടെയാണ് ഇസ്ലാമിക സമൂഹത്തെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും വളർത്തിയെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശ്വാസമായിരുന്നു അവരെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അവർക്ക് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചത്. നമ്മൾ റമദാൻ 17 തൊട്ടു മുമ്പിലാണല്ലോ നിൽക്കുന്നത്. ഹിജറ 2-ാം വർഷം റമദാനിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. ബദർ ഇസ്ലാമിക ലോകത്തിന് ഒരുപാട് പാഠങ്ങൾ അവശേഷിപ്പിച്ചിട്ടുള്ള ഒരു പോരാട്ടമാണ്. അത് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ യുദ്ധം എന്നതുപോലെ തന്നെ അധർമ്മത്തിൻ്റെ മാർഗത്തിൽ സത്യത്തിനു വേണ്ടി, അതിനുവേണ്ടി പോരടിച്ചൊരു സമൂഹത്തിൻ്റെ വിജയം എന്നതുകൂടി അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വിശ്വാസ ദൃഢതയിൽ നിന്നിരുന്നൊരു സമൂഹം, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിൽ അടിയുറച്ച് നിന്നിരുന്ന ഒരു സമൂഹം, അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിജയം കൂടിയാണ് ബദറിൽ ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ മുഴുവൻ വിജയങ്ങളുടെയും പിന്നിൽ ഈ ഒരു അചഞ്ചലമായ ഏകദൈവ വിശ്വാസവും അള്ളാഹുവിലുള്ള തവക്കുലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ബദറിൽ മാത്രമല്ല, അതിനുശേഷം നടന്നിട്ടുള്ള നിരവധി പോരാട്ടങ്ങളിലും ഈ സമൂഹത്തിൻ്റെ ഇസ്സത്ത് അതായിരുന്നു. അള്ളാഹുവിലെല്ലാം പരമേൽപ്പിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന് നിലകൊള്ളാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന ഖാദിസിയ എന്ന യുദ്ധത്തിലും നടന്നിട്ടുള്ളത്. ഖാദിസിയ യുദ്ധം പേർഷ്യൻ സാമ്രാജ്യവുമായി നടന്ന ഒരു യുദ്ധമാണല്ലോ. ആ യുദ്ധത്തിൽ പേർഷ്യയുടെ സൈനിക തലവനായിരുന്ന റുസ്തം ഇസ്ലാമിക സമൂഹത്തെ 1-2 ദിവസങ്ങളിൽ എതിരിട്ടിട്ടും അവർ പരാജയപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം അന്വേഷിക്കാൻ തൻ്റെ ഒരു പടയാളിയെ മുസ്ലിങ്ങളുടെ ടെൻറ്റുകളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു വന്ന ഈ പടയാളി കാണുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രാർത്ഥനാ നിരതമായിരിക്കുന്ന മുസ്ലിങ്ങളെയാണ്. അവർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പടച്ചവനെ, നാളെ യുദ്ധം ആരംഭിച്ചാൽ ആദ്യം മരണപ്പെടുന്നത് ഞാനായിരിക്കണം, ഷഹാദത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കേണ്ടത് എന്നെയാണ്. ഇതാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥന. അത് കണ്ടുകൊണ്ട് ആ പടയാളി തിരിച്ച് റുസ്തമിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, ആ സമൂഹത്തെ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. അവര് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മരണത്തെയും ആ മരണത്തിലൂടെ കൈവരുന്ന പരലോകത്തിലെ വിജയത്തെയും ആഗ്രഹിക്കുന്നവരാണ്. മരിക്കാൻ സന്നദ്ധരായി വരുന്ന ഒരു സമൂഹത്തെ ജീവിക്കാൻ കൊതിയുള്ള നമ്മുടെ പടയാളികളെ വെച്ച് അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. ഇതൊരു വലിയ ചരിത്രമാണ്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പരലോക ബോധവും രൂപപ്പെടുത്തിയെടുത്തൊരു സമൂഹമായിരുന്നു ഇസ്ലാമിക ഉമ്മത്ത് എന്ന് പറയുന്നത്. ആ ഉമ്മത്ത് അതുകൊണ്ട് തന്നെ ലോകത്തിൽ പല കാര്യങ്ങളിലും മുന്നിൽ നടന്നവരായി നമുക്ക് കാണാൻ സാധിക്കും. മധ്യകാലഘട്ടത്തിലെ ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രമാക്കി മാറ്റാൻ അതിലൂടെ അവർക്ക് സാധിച്ചു. മധ്യകാലഘട്ടം ലോകത്തിലെ വൈജ്ഞാനികമായ വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പുരാതനമായ ഗ്രീക്കിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെയുള്ള വിജ്ഞാനീയങ്ങളെ ശേഖരിക്കുകയും ആ വിജ്ഞാനീയങ്ങളെ പുതിയ കാലത്തിലേക്ക് കൈമാറിക്കൊടുക്കുകയും ചെയ്തു എന്നത് അന്ന്
ആ മധ്യകാലഘട്ടത്തിലെ ജനത നിർവഹിച്ച ഏറ്റവും വലിയ സംഭാവനയായിരുന്നു. അതിൽ ഏറ്റവും അധികം സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു വിഭാഗം മുസ്ലിങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അബ്ബാസിയ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ, ഇസ്സത്ത് അവർക്കുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ഖുർആൻ അവരെ പഠിപ്പിച്ച മൂല്യങ്ങളിലായിരുന്നു അവർ നിലകൊണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദൈവ വിശ്വാസത്തിൽ അവർ അടിയുറച്ച് നിലനിന്നിരുന്നു. അതിൽ നിലകൊണ്ട് തന്നെ ഏകനായ അള്ളാഹു അവരോട് കൽപ്പിച്ച വിജ്ഞാനം നേടണം എന്ന ബാധ്യത കൂടി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതപരമായ ബാധ്യതയാണ് അവൻ വിജ്ഞാനം, അറിവ് നേടുക എന്നത്. മതം അങ്ങനെ തന്നെ അവനോട് നിർദ്ദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ നിരവധി വചനങ്ങൾ, ഈ വചനങ്ങളിൽ നിന്നുള്ള പ്രചോദനം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ, ഇതൊക്കെ തന്നെ വിജ്ഞാനത്തിൻ്റെ ഒരു പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രാധാന്യം ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏതേത് ഭാഗങ്ങളിൽ അന്ന് അറിവ് ഉണ്ടാകുന്നുണ്ടോ ആ അറിവിനെ മുഴുവൻ ഇസ്ലാമിൻ്റെ ഭരണസിരാ കേന്ദ്രമായ ബാഗ്ദാദിലേക്ക് കൊണ്ടുവരികയും അവിടെയുള്ള ബൈത്തുൽ ഹിക്മയിൽ വെച്ചുകൊണ്ട് ആ അറിവിൻ്റെ മേലെ പുതിയ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ട് പുതിയ പുതിയ അറിവുകളെ അവർ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അറിവുൽപാദനം എന്നത് മധ്യകാലഘട്ടത്തിലെ അറബികൾ, മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ്. പുതിയ പുതിയ ശാസ്ത്രശാഖകൾ ഉയർത്തെഴുന്നേറ്റു വന്നു. കെമിസ്ട്രിയും അൽജിബ്രയും അതുപോലെ തന്നെ അസ്ട്രോണമിയിലും ഫിസിക്സിലും വൈദ്യശാസ്ത്രത്തിലുമൊക്കെ നിരവധി പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ കടന്നു വന്നു. അവരൊക്കെ ഈ ശാസ്ത്രത്തെ, വിജ്ഞാനത്തെ മധ്യകാലഘട്ടത്തിൽ വളർത്തിയെടുത്ത് ആധുനിക കാലഘട്ടത്തിൽ യൂറോപ്പിൽ റിനൈസൻസ് നടന്നപ്പോൾ, നവോത്ഥാനം നടന്നപ്പോൾ അവരിലേക്ക് കൈമാറിക്കൊടുത്തതിൻ്റെ ഇടനിലക്കാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനവർക്ക് പ്രചോദനമായത് അന്ന് ഇസ്ലാമിക ഉമ്മത്തിനുണ്ടായിട്ടുള്ള ആ ഒരു ആർജവം അവർക്ക് കിട്ടിയിട്ടുള്ളത് അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വിശുദ്ധ ഖുർആനാണ് അവരെ പ്രേരിപ്പിച്ചത്. മധ്യകാലഘട്ടത്തിലെ അറബികൾ ലോകത്തിന് നൽകിയ സംഭാവനയെക്കുറിച്ച് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അവരറിവ് നേടി, അറിവ് അവർ സ്വായത്തമാക്കി. ഇന്ത്യയിൽ നിന്ന് സാൻസ്ക്രിറ്റിൽ എഴുതപ്പെട്ട ബ്രഹ്മസിദ്ധാന്ത എന്നൊക്കെ പറയുന്ന അസ്ട്രോണമിക്കൽ വർക്കുകൾ അവർ ബാഗ്ദാദിലേക്ക് കൊണ്ടുവരികയും സംസ്കൃതത്തിലുള്ള ആ പുസ്തകങ്ങളെ അറബിയിലേക്ക് മൊഴിമാറ്റി അതിൽ നിന്നുള്ള വിജ്ഞാനങ്ങൾ അവർ നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ലോകത്തിൻ്റെ ഏതേത് ഭാഗങ്ങളിൽ അത്തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളെയും അവരുടെ നാടുകളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഭാഷയിലേക്ക് അവർ മൊഴിമാറ്റം ചെയ്തു. ആ വിജ്ഞാനം അവർ നേടിയെടുത്തു. ഇതാണ് അവർ ആദ്യമായി ചെയ്തത്. രണ്ടാമത്, ആ ലഭിച്ചിട്ടുള്ള വിജ്ഞാനത്തെ അത് ശരിയാണോ എന്നവർ ഉറപ്പുവരുത്തി. അറബികൾ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു അത്. വിശുദ്ധ ഖുർആനായിരുന്നു അവരുടെ പ്രചോദനം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫാസിക്ക് ഒരു നബ കൊണ്ടുവന്നാൽ, സൂറ ഹുജറാത്തിലെ ആയത്ത്, ഒരു ഫാസിക്ക് ഒരു വാർത്തയും കൊണ്ടുവന്നാൽ, എന്തൊരു വർത്തമാനം നിങ്ങൾക്ക് ലഭിച്ചാലും അതിനെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം, പുനഃപരിശോധിക്കണം, ഉറപ്പുവരുത്തണം. അത് നിങ്ങൾക്ക് ബോധ്യം വന്നത് മാത്രമേ നിങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് കൃത്യമായി വിവരമില്ലാത്തൊരു കാര്യത്തെയും നിങ്ങൾ മറ്റൊരാൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലഭിച്ചിട്ടുള്ള മുഴുവൻ വിജ്ഞാനീയങ്ങളെയും അവർ ഉറപ്പുവരുത്തി. അതിനുവേണ്ടി ലബോറട്ടറികൾ സ്ഥാപിച്ചു, ഒബ്സർവേറ്ററികൾ ഉണ്ടാക്കി. അവിടങ്ങളിൽ ഇരുന്നു കൊണ്ട് പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് ആ അറിവിനെ അവർ സത്യപ്പെടുത്തുകയും അതിൽ പുതുതായി പലതിനെയും അവർ നിർമ്മിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് അറബികൾ ചെയ്ത രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, അവർക്ക് ഇങ്ങനെ ലഭിച്ചിട്ടുള്ള അറിവിനെ അവർ കൈമാറ്റം ചെയ്തു കൊടുത്തു. അവരതിനെ കെട്ടിപ്പൂട്ടി വച്ചില്ല. അറിവ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ മാത്രം കുത്തകമാക്കി വെച്ചിരുന്ന പല സമൂഹങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഉന്നത കുലജാതരായിരുന്ന ബ്രാഹ്മണർക്ക് മാത്രമേ അറിവ് നേടാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ, വേദം പഠിക്കാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ. അതല്ലാത്ത സമൂഹത്തിന് അത് നിഷിദ്ധമായിരുന്നു. എന്നാൽ അറബികൾ അവർ അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും അത് പകർന്നു കൊടുക്കുകയാണ്. അവരെ അതിനും പ്രേരിപ്പിച്ചത് വിശുദ്ധ വേദഗ്രന്ഥം തന്നെയായിരുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അവരെ പഠിപ്പിച്ചു, നിങ്ങൾക്കൊരു നന്മ കിട്ടിയാൽ മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ഒരു നന്മ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടിയുണ്ട്.
ഈ കിട്ടിയ അറിവിനെ മുഴുവൻ അവർ പ്രചരിപ്പിച്ചു, ലോകത്തിന് കൈമാറ്റം ചെയ്തു കൊടുത്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ അറിവുകൾ കടന്നുപോയി. അന്ന് അന്ധകാരത്തിലുണ്ടായിരുന്ന യൂറോപ്പ് റിനൈസൻസിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇസ്ലാമിക് സ്പെയിനിലെ കൊർദോബയിൽ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റി, സിസിലിയിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികൾ, അവിടങ്ങളിൽ വന്ന് യൂറോപ്യന്മാർ വിദ്യാഭ്യാസം നേടുന്നതിന് കടന്നു വരികയും അവിടെ നിന്ന് അവർ പഠിച്ച് ആ ലൈബ്രറികളിൽ നിന്നുള്ള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ് അവരുടെ നാടുകളിലേക്ക് ഈ വിജ്ഞാനത്തിൻ്റെ കൈത്തിരി അവർ ഏന്തിക്കൊണ്ടു പോകുന്നത്. അവിടെ അവർ കൊണ്ടുചെന്ന് വെളിച്ചം കത്തിക്കുന്നതിൻ്റെ തിരി അവർ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഇസ്ലാമിക സമൂഹമാണ് അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിലുടനീളം അത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു ഉമ്മത്തിൻ്റെ ഭാഗമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് ഈ ഉമ്മത്തിനെ പര്യാപ്തമാക്കിയത് അവരുടെ വിശ്വാസവും അവരുടെ വേദഗ്രന്ഥവും തന്നെയായിരുന്നു. ഏകനായ അള്ളാഹുവിലുള്ള അവരുടെ വിശ്വാസം, തൗഹീദ് നൽകുന്ന നിർഭയത്വം, തൗഹീദിൽ നിന്നൊരു സമൂഹത്തിനുണ്ടാകേണ്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് സ്വായത്തമാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരലോകത്തിലുള്ള അവരുടെ ബോധം, ഈ ചെയ്യുന്നതൊന്നും വെറുതെ ചെയ്യുന്നതല്ല, നാളെ മരണാനന്തരം ഒരു ലോകമുണ്ട്, ആ ലോകത്തിൽ ഇത് ഞങ്ങൾക്ക് ഫലപ്പെടുന്നതാണ്, ഗുണപ്പെടുന്നതാണ് എന്ന ഉറച്ച ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഈ ചിന്തയിൽ നിന്നുകൊണ്ട് അവരിതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയതായി കാണാൻ സാധിക്കും. ആ വിശ്വാസവും ആ അവരുടെ സംസ്കാരവും അവരെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഉത്തമരായ ഒരു നാഗരികതയുടെ വക്താക്കളാക്കി മാറ്റുകയാണ്. നമുക്കറിയാം, ഇസ്ലാം എന്നത് ഒരു മതം എന്നത് മാത്രമായി അല്ല ചരിത്രത്തിൽ പരാമർശിക്കുന്നത്. ഇസ്ലാം എന്നത് ഒരു നാഗരികത കൂടിയാണ്, ഒരു സിവിലൈസേഷൻ കൂടിയാണ്. ചരിത്രത്തെ മാറ്റിമറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നാഗരികതകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്ന് ഇസ്ലാമിക് സിവിലൈസേഷൻ കൂടിയായിരിക്കും. അത് അങ്ങനെയായിത്തീർന്നത് ഇസ്ലാമിക സമൂഹത്തെ ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളർത്തിയെടുത്തത് കൊണ്ട് തന്നെയാണ്. പുതിയ കാലത്ത് നമുക്കുള്ള ദൗത്യവും അത് തന്നെയാണ്. ഇസ്ലാമിക സമൂഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു, പ്രയാസകരമായ അവസ്ഥകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പോലും വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പോരടിക്കേണ്ടുന്ന അവസ്ഥ സംജാതമായി കൊണ്ടിരിക്കുന്നു. ഈ ഘട്ടങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും പേടിക്കേണ്ടുന്ന ആവശ്യമില്ല. ഈ സമൂഹം ഇത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധികളെ അതിജയിച്ചുകൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, വലാ തഇനു വലാ തഹ്സനു അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കുകയോ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധ വേദഗ്രന്ഥത്തെ അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ജീവിത മാർഗത്തെ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പ്രയാസങ്ങളെ മുഴുവൻ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിന് ചരിത്രം നമുക്കൊരുപാട് പാഠങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. 14 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക ലോകത്തിൻ്റെ ഉത്ഥാന പതനങ്ങളുടെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സംസ്കാരങ്ങൾ, ഒരുപാട് ഭരണകൂടങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരികയും ആ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നതുകൊണ്ട്, ഇസ്ലാമിക വിശ്വാസത്തെ കാത്തു സംരക്ഷിച്ചതുകൊണ്ട് വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച് അവർക്ക് കടന്നു പോകാൻ സാധിച്ചു. ആ മൂല്യത്തെ എപ്പോഴൊക്കെ കിട്ടുവോ, അതിനെ എപ്പോഴൊക്കെ മാറ്റി നിർത്തിയോ അപ്പോഴൊക്കെ ചരിത്രത്തിൽ നിന്ന് തന്നെ പിന്നോട്ട് പോരുകയും ചരിത്രത്തിൻ്റെ ചാക്രികക്കുടത്തിൽ എറിയപ്പെടുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ഉമ്മത്ത് എന്ന നിലയിൽ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലേക്ക് തിരിച്ചു പോരാനും അത് പഠിക്കുന്നതിന് സമയം കണ്ടെത്തുന്നതിനും അഭിമാനപൂർവം ഞാനൊരു മുസ്ലിമാണ്, അതെൻ്റെ അസ്തിത്വമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിലേക്ക് ഇസ്ലാമിക സമൂഹം ഉയർന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. അള്ളാഹു ഈ സമൂഹത്തെ കൈപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരും. ബദർ നൽകുന്ന പാഠം അതുകൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ചാലക ശക്തിയായി പുതിയ കാലത്തെ ഇസ്ലാമിക സമൂഹത്തെ മാറ്റി തീർക്കാൻ നമുക്കൊക്കെ സാധിക്കുമാറാകട്ടെ. സർവശക്തനായ നാഥൻ അതിന് നമ്മയൊക്കെ തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതിന് തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട്
വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.